പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം, നല്ലൊരു പ്രഭാതം സർവശക്തനായ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് ഇന്ന് ഈ പ്രഭാത സമയം ഈ മോർണിംഗ് ടൈം വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന എല്ലാ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെതായിരിക്കുന്ന വിവിധ കോണുകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ലോകത്തിലെങ്ങും സമാധാനക്കുറവ് വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനമില്ല, സന്തോഷമില്ല, കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ. എന്നാൽ ദൈവ ജനമാകുന്ന നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും കർത്താവിൽ ആരാധിക്കുവാനും ഒക്കെയായി നാം ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. അതുടനെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, എങ്ങനെ ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് അടുത്ത് വന്ന് സമാധാനപരമായി നമുക്ക് ജീവിക്കാം? എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാകുന്നത്? നമുക്കിന്ന് എങ്ങനെ സമാധാനം അനുഭവിക്കാം? ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇടയന്മാർക്ക് ദൈവദൂതന്മാർ നൽകുന്ന ദൈവിക സന്ദേശമാണ് നാം വായിച്ചത്. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തോടു ദൂതന്മാർ വിളിച്ചു പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എന്തോ സമാധാനം ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. ദൈവം നൽകുന്ന വാഗ്ദാനം എന്ന് മാത്രമല്ല, യേശുവിന്റെ പേര് തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ വരവിൽ ദൈവദൂതന്മാർ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമാണ്, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതോടുകൂടെ വലിയ ദൈവ സമാധാനം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ദൈവവചനം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ദൂതന്മാരിലൂടെ നാം കേട്ടു, വചനത്തിൽ നാം വായിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ സമാധാന പ്രഭു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ കഴിഞ്ഞ 2000 ചില്ലാനും വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ അവതരിച്ചതിന് ശേഷം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയി. എന്നാൽ ഭൂമിയിലെങ്ങും സമാധാനത്തിന്റെ അന്തരീക്ഷം നാം ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അതധികമായിട്ട് കാണാനില്ല. പലവിധ ആക്രമണങ്ങളും
പിടിച്ചുപറികളും കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ക്രൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളും വളരെയധികം പ്രശ്നവും പ്രയാസകരമായിരിക്കുന്ന ലോകവ്യാപകമായ സമാധാനക്കേടിന്റെ ജീവിതമാണ് നമുക്ക് അധികമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവവചനം പറയുന്നത് യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. യേശു ഭൂമിയിൽ അവതരിച്ചതിനു ശേഷം ഈ ഭൂമിയിലെങ്ങും സമാധാനമുണ്ടാകുമെന്നുള്ള നിലകളിൽ ദൂതന്മാർ പറഞ്ഞതെല്ലാം വ്യർത്ഥമാണോ? അല്ല. ദൈവിക സത്യങ്ങൾ അതിനകത്ത് ഉണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. ഈ സമാധാന പ്രഭുവാകുന്ന ക്രിസ്തു ഭൂമിയിൽ സമാധാനം കൊണ്ടുവന്നോ? എങ്കിൽ സമാധാനം ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മനുഷ്യർക്കിടയിൽ വളരെ ദുഃഖകരമായ ജീവിതങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയട്ടെ, സമാധാനമുണ്ട്. ദൈവം നൽകുന്ന സമാധാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവിൽ സമാധാനം ഉണ്ടാകുമെന്ന് ദൂതന്മാർ പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ സമാധാനം ഇല്ലാതായി നമുക്ക് ഭൂമിയിൽ നമുക്കത് കാണാം, സമാധാനമില്ല എന്നുള്ളത്. എന്നാൽ യേശുവിന്റെ വരവ് വ്യർത്ഥമായോ? സമാധാനം ഇല്ലാതായി തീർന്നതുകൊണ്ട് ഭൂമിയിലെങ്ങും സമാധാനമില്ലാത്തത് കൊണ്ട് യേശു വന്നത് വ്യർത്ഥമായോ? ഒരിക്കലുമില്ല. യേശു സമാധാന പ്രഭുവാണ്. യേശു സമാധാനം നൽകുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുവിന്റെ വരവിൽ യേശു സമാധാനം കൊണ്ടുവന്നു. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യർക്ക് യേശു സമാധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമാധാനം യേശു കർത്താവ് നൽകിയിട്ടുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോൾ ആർക്കാണ് സമാധാനം ഉള്ളത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുക്രിസ്തു വന്നത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകുവാൻ അല്ല. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. യേശു വന്നത് എല്ലാവർക്കും സമാധാനം നൽകുവാനാണ്. എങ്കിലും ആ സമാധാനം ലഭിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാവർക്കുമല്ല. പിന്നെ ആർക്കാണ് യേശു സമാധാനം കൊണ്ടുവന്നത്? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. യേശുക്രിസ്തു വന്നത് സമാധാനം നൽകുവാനാണ്. യേശു മുഖാന്തരം സമാധാനമുണ്ട് തന്റെ ജനത്തിന്. എന്നാൽ യേശുവിന്റെ വാഗ്ദാനമാണ് സമാധാനം. യേശു നൽകിയ വാഗ്ദാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, യേശുക്രിസ്തുവിനെ വിളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കലഹമല്ല ഉണ്ടാകേണ്ടത്, ദൈവിക സമാധാനമാണ്. യേശു വാഗ്ദാനം നൽകിയതാണ് സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയുമരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം നിങ്ങൾക്ക് യേശു സമാധാനം നൽകിയിട്ടുണ്ട്. യേശു നൽകുന്ന സമാധാനത്തെ നമുക്കൊന്ന് സ്വീകരിക്കാം.
യേശു നൽകുന്ന സമാധാനത്തെ ആര് സ്വീകരിക്കുന്നുവോ, യേശു നൽകുന്ന സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭൂമിയിലുള്ള എല്ലാവർക്കും സമാധാനം നൽകാനല്ല കർത്താവ് വന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് യേശു നൽകുന്ന വാഗ്ദാനമാണ് സമാധാനം. എന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞെ, ഈ സമാധാനം യേശുവിലുള്ളവർക്കാണ് ലഭിക്കുന്നത്. യേശുവിലുള്ളവരോടാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായി. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. വാതിലിന് മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തിട്ടുണ്ട്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ പത്രോസിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ജീവഹാനി വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിന്റെ നടുവിലാണ് പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന യാക്കോബിനെ സുവിശേഷ വിരോധികൾ വാളുകൊണ്ട് കൊന്നു. പത്രോസിനും ജീവഹാനി വരുവാൻ സമയം അടുത്തു നിൽക്കുകയാണ്. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം മരിക്കാൻ പോവുകയാണെന്ന് അറിയുന്നൊരു മനുഷ്യൻ തലേ ദിവസം രാത്രി ആ മനുഷ്യന് ഉറങ്ങാൻ കഴിയുകയില്ല. പ്രയാസമേറിയ മനോവേദനയാൽ, വെപ്രാളങ്ങളാൽ അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരികയില്ല. പ്രയാസകരമായിരിക്കുന്ന ജീവിത അനുഭവമായിരിക്കും. എന്നാൽ പത്രോസിനെ നാം ശ്രദ്ധിച്ചാൽ പത്രോസ് ഉറങ്ങുകയാണ്. പ്രയാസങ്ങളുടെ സാഹചര്യത്തിന്റെ നടുവിലും പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞതിന്റെ പുറകിൽ യേശു നൽകിയ സമാധാന വാഗ്ദാനമാണ്. യേശുവിൽ സമാധാനമുണ്ട്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് അർദ്ധരാത്രിയുടെ സമയങ്ങളിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഭയത്തിന്റെ അന്തരീക്ഷത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ഭൃത്യന്മാർ പാടി ആരാധിച്ചത് ദൈവസമാധാനം അവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവസമാധാനം യേശുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഈ പ്രഭാത സമയത്തിൽ ഈ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ സമാധാനം നിങ്ങളുടെ തലമുറകളിൽ വാഴട്ടെ. പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്, ഭാരമുണ്ട്, ആവശ്യങ്ങളുടെ നടുവിൽ ടെൻഷനുണ്ട്, സുവിശേഷ വേലയിൽ സുവിശേഷ വിരോധികൾ ഉണ്ടാകാം, പല വിഷയങ്ങളിൽ പിശാചിന്റെ പോരാട്ടങ്ങളുണ്ട്. എന്നാൽ അഭിഷേകമുള്ള, ദൈവശക്തി പ്രാപിച്ച, പ്രാർത്ഥിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവസമാധാനത്തിലിരിക്കുവാൻ അവന് സാധ്യമാണ്. ഈ സമാധാനം നിങ്ങളുടെ വീട്ടിൽ വാഴട്ടെ. ഈ നല്ല ദിവസം സമാധാനത്തെ കെടുത്തുന്ന സകല പിശാചിന്റെ പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്
ദൈവസമാധാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ ഈ വചന വാഗ്ദാനങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. യേശുവിലുള്ള സമാധാനമുള്ളത് കൊണ്ടാണ് ഈ ദൈവഭൃത്യന്മാർക്കൊക്കെ ജീവിച്ചു മുന്നേറാൻ സാധ്യമായത്. അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന സമാധാനം പോലെയല്ല യേശു നൽകുന്ന സമാധാനം. സൂപ്പർ നാച്ചുറലാണ്. യേശു നൽകുന്ന സമാധാനം അമാനുഷികമാണ്. യേശു നൽകുന്ന സമാധാനം ഒരു മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ വലുതാണ് യേശു നൽകുന്ന സമാധാനം. അതുകൊണ്ടല്ലേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എന്താണ് കാര്യം? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാൻ ഒരു ദൈവ പൈതലിന് സമയമില്ല. അവൻ തന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ച് ജീവിതത്തിൽ തന്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവ സമാധാനം നമുക്കുണ്ട്. ദൈവ സമാധാനം നമുക്കുണ്ടെന്നറിയുക. യേശുവാണ് നമുക്ക് സമാധാനം വാഗ്ദാനം ചെയ്തത്. യേശുവിലൂടെയാണ് നമുക്ക് സമാധാനം ഉള്ളത്. സമാധാനമുള്ളവർ നാം പ്രാർത്ഥിക്കുന്ന നമ്മളാണ്. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും യേശുവിൽ പ്രാർത്ഥിച്ച് മറുപടിക്കായി കാത്തിരുന്ന ദൈവസമാധാനത്തിൽ ജീവിക്കുന്നവരാണ് ദൈവ പൈതൽ. ദൈവത്തിന് വിരോധമായി സംസാരിക്കാതെ, ദൈവത്തിന് വിരോധമായി മത്സരിക്കാതെ, ജീവിതത്തെ പഴിക്കാതെ അഭിഷേകമുള്ളവൻ അറിയാം, യേശു എനിക്ക് സമാധാനം നൽകിയിട്ടുണ്ട്. ആ സമാധാനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവകാശമാണ്. ഈ അവകാശമാകുന്ന ദൈവ സമാധാനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. ഈ പ്രഭാതത്തിൽ ഒന്ന് പറയാൻ കഴിയുമോ? ഈ ദൈവ സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറയാൻ കഴിയട്ടെ. എൻ്റെ തലമുറകളിലേക്ക് ഈ ദൈവ സമാധാനത്തെ പകരണമേ കർത്താവേ എന്നാണ്. സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ യേശുവിൻ്റെ സമാധാനം യേശുവിലുള്ളവർക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങളുണ്ടല്ലോ. എന്താകും ജീവിതം? എന്താകും? വളരെ പ്രയാസകരമാണല്ലോ. ഈ സിറ്റുവേഷൻ വളരെ മോശമാണല്ലോ. എന്താ കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള ഹൃദയത്തിനകത്ത് പിശാച് കൊണ്ടുവരുന്ന പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, ആ ഭാരങ്ങൾ, അതൊന്ന് എടുത്തു മാറ്റി യേശുവിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം, നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയില്ല. നമുക്കൊരു മറുപടി കർത്താവിൽ നിന്നുണ്ടെന്നുള്ള പ്രത്യാശയും വിശ്വാസവും ഉണ്ട്. കാരണം പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അവനത് ലഭിച്ചുവെന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ടെൻഷൻ ഇല്ല. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്ന് തന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ ഈ ലോകത്തിൽ ക്രിസ്തുവിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും ടെൻഷനില്ല. ആ ടെൻഷനില്ലാത്ത ജീവിതത്തെ പറയുന്ന പേരാണ് സമാധാനത്തിന്റെ ജീവിതം. ഒരു ദൈവ പൈതൽ ലഭിക്കുന്ന സമാധാനത്തിന്റെ ജീവിതം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് യേശു നമുക്ക് സമാധാനം നൽകുന്നവനാണ്. സമാധാനം നൽകുന്ന യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പ്രഭാതം വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾക്ക് സമാധാനത്തിനായി യേശുവിനെ അയച്ചതിനാലും എനിക്ക് യേശുവിൽ വിശ്വസിച്ച് ദൈവിക സമാധാനം അനുഭവിക്കുവാൻ സഹായിക്കുന്നതിനാലും നന്ദി പറയും. യേശുവിലൂടെയുള്ള ഈ സമാധാനം ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഈ
യേശുവിലുള്ള സമാധാനം ഉണ്ടാകാൻ പ്രിയ പിതാവേ അവിടുന്ന് കൃപ ചെയ്യണം. അവർക്ക് ആ സമാധാനം, ദൈവിക സമാധാനം അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണം. ഈ പുതിയ ദിവസം സമാധാന ജീവിതത്തിൽ തന്നെ ക്രിസ്തുവിൽ വിജയകരമായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു ടെൻഷനും ജീവിതത്തിൽ ഇല്ലാതെ എല്ലാത്തിന്റെ മേലും സമാധാനം അനുഭവിച്ച് കർത്താവിൽ ജീവിപ്പാൻ സഹായിക്കട്ടെ. സമാധാനം ദൈവജനത്തിനു മാത്രമാണുള്ളത്. അത് യേശു നൽകുന്ന സമാധാനമാണ്. യേശു നൽകുന്ന സമാധാനം നമുക്കൊരു വിജയമാണ്. ഗോഡ് ബ്ലെസ് യു.